ഗൈസ്, അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് റെഡ്മി നോട്ട് 13 Pro പ്ലസിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ബോക്സ്. അൺബോക്സ് ചെയ്യുമ്പോൾ നമുക്ക് യൂസർ മാനുവലും പിന്നെ സിംപ്ലിഫിറ്റും കിട്ടുന്നുണ്ട്. കൂടെ നമുക്കൊരു കവർ വരുന്നുണ്ട്. റെഡ്മിൻ്റെത് ബ്ലാക്ക് കവറാണ്, നൈസാണ് കവറ്. ഇതാണ് ഫോണ്. ചാർജിങ് കാപ്പിൽ വരുന്നുണ്ട്. ചാർജർ വരുന്നുണ്ട്. 120 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറാണ് ഇതുള്ളത്. നമുക്ക് ഫോണ് കവറിൽ പുറത്തിട്ടുണ്ട്. ആണ് ഫോണ്. ഫോണിൻ്റെ ബാക്കിൽ ലെതറാണ് കൊടുത്തിട്ടുള്ളത്. ലെതർ ഫിനിഷിൽ വരുന്ന ഫോണാണിത്. റെഡ്മിൻ്റെ 13 Pro. പിന്നെ MIUൻ്റെ ഹൈപ്പർവൈസറാണ് ഇത് വരുന്നത്. പിന്നെ മുകളിൽ പിന്നെ എയർ ബ്ലാസ്റ്റർ, സ്റ്റീരിയോ സ്പീക്കർ, പിന്നെ ഒരു മൈക്രോഫോണാണ്. ഫ്രണ്ടിലെ ചാർജിങ് പോയിന്റ്, പിന്നെ സ്പീക്കർ ബില്ലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഫോണിൽ 1.5Kൻ്റെ കർവ്ഡ് 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റുള്ളൊരു ഇതാണ് കൊടുത്തിട്ടുള്ളത്. കർവ്ഡ് ഗൊറില്ല ഗ്ലാസ് 50% പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട് ഈ ഫോണിൽ. പിന്നെ ഈ ഫോണിൽ IP68 വാട്ടർ ആൻഡ് ഡസ്റ്റ് പ്രൂഫ് റെസിസ്റ്റൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ചിപ്സെറ്റ് കൊടുത്തിട്ടുള്ളത് മീഡിയാടെക്കിൻ്റെ 7000 അൾട്രാ ഹൈ ആണ് ചിപ്സെറ്റ് എന്തെങ്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൽ 120 വാട്ടിൻ്റെ ഫ്ലാഷ് ചാർജാണ് കൊടുത്തിട്ടുള്ളത്. അതായത് 19 ഇഞ്ചിൻ്റെ ഫുൾ ചാർജ്. ബാക്ക് ക്യാമറ ആയിട്ട് 200 മെഗാപിക്സലാണ്. അപ്പോൾ നമ്മൾ ക്യാമറ പ്രോബ്ലം ടെസ്റ്റ് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ക്യാമറ വരുന്നത്. നല്ല ക്ലിയർ ഉണ്ട് ക്യാമറ. നമുക്ക് മാക്രോ എന്ന് ഫോട്ടോ എടുത്ത് നോക്കാം. അപ്പോൾ ഇതിലിതാ ഇങ്ങനെയാണ് നല്ല ക്ലിയറിൽ നമുക്ക് കിട്ടുന്ന ഫോട്ടോസൊക്കെ. വളരെ അടിപൊളി ക്ലിയറാണ് ഈ ക്യാമറ നമുക്ക് പ്രൊവൈഡ് ചെയ്യണം. നമുക്ക് ഫോട്ടോൻ്റെ ഔട്ട്പുട്ട് നോക്കാം. അപ്പം അതൊരു അടിപൊളി ക്ലിയറുള്ള ഫോട്ടോസാണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. അപ്പോൾ ബേസിക്കാണ് ഈ ഫോണിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ